ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശില്പ ബ്ലോഗ്സ്. ഞങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഗോവയ്ക്ക് പോകാൻ തീരുമാനിച്ചാണ് കേട്ടോ. അതുകൊണ്ട് ടിക്കറ്റ് ഒന്നും കൺഫേം അല്ലായിരുന്നു. എറണാകുളത്ത് നിന്നായിരുന്നു ടിക്കറ്റ് ഉണ്ടായിരുന്നത്. ഗോവ മഡ്ഗോണിലായിരുന്നു നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. കൊല്ലത്ത് നിന്ന് ജനശതാബ്ദി പോകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ട്രെയിൻ മാറിപ്പോയി. ചെന്നൈ ഇഗ്മോർ ട്രെയിനിലാണ് നമ്മൾ പോയത്. അങ്ങനെ TTRനെ കണ്ട് പിന്നെ സീറ്റൊക്കെ ഏകദേശം കൺഫേം ആക്കി. ഈ ചെന്നൈ ട്രെയിൻ നോർത്തിലായിരുന്നു നിർത്തുക, എറണാകുളം നോർത്തിൽ. നമുക്ക് ഇറങ്ങേണ്ടത് സൗത്തിലായിരുന്നു. അങ്ങനെ നോർത്തിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മെട്രോയിൽ കയറി സൗത്തിൽ ഇറങ്ങുകയോ ചെയ്തത്. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ സൗത്തിൽ ഇറങ്ങി ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ബിരിയാണിയാണ് കഴിച്ചു കേട്ടോ. അതുകൊണ്ട് അതും നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ചായ പോലും കുടിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. നല്ല വിശന്നിരുന്നുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഫുഡിന്. മെട്രോയുടെ താഴെ തന്നെയാണ് ഈ ഒരു ഹോട്ടൽ. നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ മഡ്ഗോണിലോട്ട് പോകാനുള്ള ട്രെയിൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സീറ്റ് കൺഫേം അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഡൗട്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നതിന് ശേഷം ആണ് സീറ്റ് കൺഫേം ആയെന്നുള്ള മെസ്സേജ് വന്നത് തന്നെ. S8-ലായിരുന്നു. നൈറ്റ് ട്രാവൽ ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കിടന്നുറങ്ങാനൊക്കെ പറ്റി. അങ്ങ് എത്തിയപ്പോഴേക്കും നമ്മൾ ബോർഡർ കടന്ന് അങ്ങ് എത്തിയപ്പോഴത്തേക്കും നല്ല തണുപ്പായിരുന്നു. നല്ല തണുപ്പെന്ന് വെച്ചാൽ ഒന്നൊന്നര തണുപ്പായിരുന്നു. നമ്മൾ രാത്രിയല്ലേ സ്ലീപ്പർ അല്ലേ എന്നൊക്കെ വിചാരിച്ച് ബ്ലാങ്കറ്റ് ഒന്നും പുറത്ത് വെച്ചില്ലായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പായിപ്പോയി. ശ്രീരാഗ് നല്ല മൂടി പോച്ച് കിടന്നുറങ്ങുക. ട്രെയിനിൽ നിന്ന് നമ്മളൊരു ടീ വാങ്ങിച്ചിരുന്നു. അത് മസാല ടീ ആണ് കേട്ടോ. നോർത്തിലൊക്കെ മസാല ടീ ആയിരിക്കും കിട്ടുക. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ മസാല ടീ കുടിക്കുന്നത്. വേറൊരു ടേസ്റ്റ്. നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് എന്തിനും കിട്ടത്തില്ലല്ലോ. കേരളം വിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ടേസ്റ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണല്ലോ. രാവിലെ ചായ കുടിച്ച് ശീലിച്ചവർക്ക് ആ സമയത്തൊരു ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എന്തായാലും ചായ കുടിച്ചു. ചായ എന്ന് പറയാൻ പറ്റില്ല, ചായ കുടിച്ചു. നല്ല തണുപ്പായിരുന്നു. നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരുപാട് തുരങ്കങ്ങളൊക്കെ കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കര പുതിയ എക്സ്പീരിയൻസാണ്. കാരണം ഞാനങ്ങനെ അധികം ഇങ്ങനെ കേരളം വിട്ട് പുറത്തോട്ട് അങ്ങനെ പോയിട്ടൊന്നുമില്ല. അത് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മഡ്ഗൗണിലെത്തി. അവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ശ്രീരാഗും അണ്ണനും പഞ്ചമിയും കൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. വേറെ ട്രെയിനായിരുന്നു കേട്ടോ. പഞ്ചമിക്കും അണ്ണനും വേറെ ട്രെയിനായിരുന്നു. അങ്ങനെ അവരുടെ ട്രെയിൻ വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ അത് എത്തി. അവർ രണ്ടുപേരും കൂടി ഇപ്പോൾ ഇറങ്ങി വരും. അത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുമായിരുന്നു. ഗോവയിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.